ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു ഡെസേർട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടും കൂടിയാണ്. ഇതൊരു പംകിൻ ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ? അതിനായി ആദ്യം തന്നെ നമ്മൾ ഈ പംകിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആവി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മത്തനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിൽ ഈ അരച്ച പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഈ പേസ്റ്റിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിലാണ് പാൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 6-7 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ് പശുവും പാലിന് പകരം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പശുവും പാൽ യൂസ് ചെയ്തത്. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ചെറിയ ബൗള് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ നമുക്കൊരു പിഞ്ച് സോൾട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കരുത്. ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്ലൈസ്ഡ് ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇതെല്ലാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലത്തെ ചീസൊക്കെ ഒന്ന് നന്നായി മെൽറ്റായിട്ട് വരണം. ഈ ഒരു സമയത്ത് നമ്മൾ മധുരം നോക്കിയിട്ട് മധുരം പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ മധുരമൊക്കെ പാകത്തിനുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഡിഷ് എടുത്തിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ നെയ്യാണ്. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവിടെയും ഓൾ അറൗണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഡെസേർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
വാവ്, സൂപ്പർ ടേസ്റ്റി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് പീസസ് ആക്കാം. അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. ബൈ ബൈ.